ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷഫീന ബീബി, അവരെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഷഫീന ബീബിയെ നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ. ഷഫീന ബീബിയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 2018 നമ്മുടെ കേരളത്തെ ആകെ വിഴുങ്ങിയ ഭയാനകമായ പ്രളയം വന്ന സമയത്ത് അതുവരെ പരസ്പരം തമ്മിലടിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെളിവാരി എറിയുകയും ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ നാട്ടിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ആ സംഭവത്തോടുകൂടി, ആ പ്രളയത്തോടുകൂടി ഒന്നാവുകയും അന്നത്തെയും ഇന്നത്തെയും മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് അവർ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുകയും നമ്മുടെ നാട്ടിലെ പ്രളയം ബാധിച്ച പ്രദേശങ്ങൾ നോക്കിക്കാണുകയും ജനങ്ങൾ നേരിടുന്ന പ്രളയക്കെടുതികളും ദുരവസ്ഥകളും ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ജനജീവിതം പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുകയും അതിനുവേണ്ട ഇടപെടലുകൾ നടത്താൻ ഒരുമിച്ചിരിക്കാനും ഒന്നിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ അവർ തീരുമാനിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു മാതൃകയാണ്. നമ്മുടെ നാട്ടിൽ നമ്മളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് പൊതുവായി ഒരു ശത്രു ഉണ്ടാകുമ്പോൾ അതിനെതിരെ നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് നമ്മളുടെ ആശയവും ആദർശവും ഒക്കെ തൽക്കാലം മാറ്റിവെച്ച് പൊതു ശത്രുവിനെതിരെ, പൊതുവായ പ്രശ്നത്തിനെതിരെ ഒന്നായി നിൽക്കുക എന്നുള്ളത് സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും പ്രകടിപ്പിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അത്തരത്തിൽ പൊതു ശത്രുവിനെതിരെ പോരാടി വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും നമ്മുടേതായ വിശ്വാസധാരകളും നമ്മുടേതായ ആശയങ്ങളും ആദർശങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് തുടർന്നും സ്വതന്ത്രമായി നമുക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഞാനിതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഷഫീന ബീബിയുമായി ബന്ധപ്പെട്ട് ചില വീഡിയോസുകൾ കാണാനിടയായി. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ചാനൽ വഴി ഞാൻ ഷഫീന ബീബിയുടെ വീഡിയോസുകൾ എടുത്തു വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്തിരുന്നു. കുറെ വീഡിയോകൾ അത്തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഷഫീന ബീബിക്കെതിരെ ചില ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റുകൾ ഇട്ടിരുന്നു. നിങ്ങൾ എന്തിനാണ് ഷഫീന ബീബിയെ സപ്പോർട്ട് ചെയ്യുന്നത്? അവരുടെ വീഡിയോസുകൾ എടുത്തു വെച്ചുകൊണ്ട് അവളെ മഹതിയായി ചിത്രീകരിക്കുന്ന രീതിയിൽ എന്തിനാണ് അവളെ പിന്തുണയ്ക്കുന്നത് എന്ന രീതിയിലൊക്കെ എനിക്ക് ധാരാളം കമന്റുകൾ ആ സമയത്ത് വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് വീണ്ടും അത്തരത്തിലൊരു മെസ്സേജ് വന്നിരുന്നു. നിങ്ങൾ എന്തിനാണ് ഷഫീന ബീബിയെ സപ്പോർട്ട് ചെയ്യുന്നത്? അവർ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഒക്കെ വളരെ മോശമായി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ മോശമായി സംസാരിച്ചിരുന്ന സ്ത്രീയാണ്, അവരെ പിന്തുണയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അത്തരത്തിലൊരു മെസ്സേജ് വന്നത്. അതോടൊപ്പം തന്നെ ഫൈസലിനെ പോലെയുള്ള ചില ആളുകൾ ഷഫീന ബീബിയുടെ ഭൂതകാലം തിരഞ്ഞുകൊണ്ട് അവരെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ വീഡിയോസുകളും കാണാനിടയായി. അത്തരം വീഡിയോസ് ചെയ്തവരുടെ കമന്റ് ബോക്സിലുമൊക്കെ ഷഫീന ബീബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ധാരാളം കമന്റുകൾ കാണാനും ഇടയായി. ഇവിടെ ഷഫീന ബീബിയെ കുറ്റപ്പെടുത്തുന്നവരോടും അവരെ മോശമായി ചിത്രീകരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു സമയത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്കുമെതിരെ വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സംഘപരിവാർ സംഘടനകളായി. അവരുടെ ലക്ഷ്യം തന്നെ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണെന്നും അവരുടെ ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന രീതിയിലാണ് എല്ലാ കാലത്തും സംഘപരിവാർ ക്രിസംഗി സംഘടനകളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ ആരിഫ് ഹുസൈൻ, ജാമിദ, ലിയാഖത്ത് അലി പോലെയുള്ള ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നത്. അതുവരെ ഇസ്ലാമിനെതിരെ കേവലമായ ആരോപണങ്ങളും വിമർശനങ്ങളുമായിരുന്നു നിലനിന്നിരുന്നതെങ്കിൽ ഇവരുടെയൊക്കെ രംഗപ്രവേശനത്തോടു കൂടിയാണ് ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും മറ്റുള്ളവർക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ മുസ്ലിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും പോയി കൊന്നുകളയാൻ തോന്നുന്ന വിധത്തിൽ ഒരു വിഭാഗം ജനങ്ങളുടെ തലച്ചോറിൽ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും വെറുപ്പ് സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വഴിമാറിയത് ഇവരുടെ രംഗപ്രവേശനത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ അതുവരെ ഉണ്ടായിരുന്ന കേവല വിമർശനങ്ങളിൽ നിന്ന് മാറി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ ഭാര്യമാരെയും അവിടുത്തെ ഉമ്മയെയും വരെ വളരെ മോശമായ രീതിയിൽ ഇക്കാലം വരെ ഇസ്ലാമിന്റെ ശത്രുക്കളോ ഇസ്ലാമിന്റെ വിമർശകരോ ഉന്നയിക്കാത്ത പലതരത്തിലുള്ള അസഭ്യമായ വാക്കുകളും അങ്ങേയറ്റം മോശമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ, നീചമായ രീതിയിൽ, നികൃഷ്ടമായ രീതിയിൽ അവതരിപ്പിക്കാനും ചിത്രീകരിക്കാനും തുടങ്ങിയത് പോലും ഇവരുടെ രംഗപ്രവേശനത്തോടു കൂടിയാണ്. അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സംഘപരിവാർ കൂടി രംഗത്ത് വന്നതോടുകൂടി ഇന്ന് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ വ്യാപകമായ വെറുപ്പുൽപാദനവും വിദ്വേഷ പ്രചരണങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരിഫും ജാമിദയും ലിയാഖത്ത് അലിയും പോലെയുള്ള കപട വിശ്വാസികളും കപട യുക്തിവാദികളുമായിട്ടുള്ളവർ വളരെ സ്മൂത്തായി, വളരെ ആവേശത്തോടുകൂടി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് സഡൻ ബ്രേക്ക് ഇട്ട മാതിരി ഇവരെയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചില വെളിപ്പെടുത്തലുകളുമായി ഷഫീന ബീബി രംഗത്ത് വന്നത്. അതുവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ ഭാര്യയായിട്ടുള്ള ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും ചേർത്ത് വിവിധ തരത്തിലുള്ള കഥകൾ ഉണ്ടാക്കി മോശമായ രീതിയിൽ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആരിഫ് ഹുസൈനോട് മൂന്നാമതൊരു സ്ത്രീയെ ലിവിംഗ് ടുഗദർ എന്ന പേരിൽ കൂടെ കൊണ്ടു നടക്കുകയും അവളുമായി വ്യഭിചരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ജാമിദയെ വെപ്പാട്ടയായി വെച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയാണടാ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ ഭാര്യമാരെ കുറിച്ച് സംസാരിക്കാനെന്ന് ആദ്യമായി ആരിഫിനോട് ചോദിച്ചത് ഷഫീന ബീബിയാണ്. ആ ഒറ്റ ചോദ്യത്തിലാണ് ആരിഫ് വീണുപോയത്. പിന്നെ ഈ സമയം വരെ അതിൽ നിന്ന് ആരിഫ് എഴുന്നേറ്റിട്ടില്ല. ഈ സമയം വരെ അതിനകത്തൊരു വിശദീകരണം നൽകാനോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വീഡിയോ ചെയ്തുകൊണ്ട് തന്റെ ഭാഗം ക്ലിയർ ചെയ്യാനോ ആരിഫ് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും നടന്ന് സംവാദത്തിന് വിളിക്കുന്ന ആരിഫിനോട് നിന്നോട് സംവാദത്തിന് ഞാൻ തയ്യാറാണെന്നും ഏത് വേദിയിലും എവിടെയും വന്ന് സംവദിക്കാൻ തയ്യാറാണെന്ന് പരസ്യമായി ഷഫീന വെല്ലുവിളിച്ചിട്ടും ഈ സമയം വരെ കമ എന്നൊരക്ഷരം ആരിഫ് മിണ്ടിയിട്ടില്ല. അതിന്റെ കാരണം ആരിഫിനെതിരെ കൃത്യമായ തെളിവുകൾ വെച്ചാണ് ഷഫീന ബീബി സംസാരിക്കുന്നതെന്ന് ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ആരിഫിന് തന്നെയാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവായ ആമിന ബീബി എന്നവരെ കുറിച്ച് ഇക്കാലം വരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരും ഉന്നയിക്കാത്ത ഒരു ആരോപണം ജാമിദ ഉന്നയിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പൂന്തറയ്ക്കടുത്തുള്ള അലി എന്ന് പറയുന്ന ഒരാളെ വിവാഹം ചെയ്ത് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് അവരെയും വഴിയിൽ ഉപേക്ഷിച്ചിട്ട് മൂന്നാമതായി അലിമാഷ് എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയുടെ കൂടെ 3 മാസം അവന്റെ വെപ്പാട്ടിയായി ജീവിച്ചിട്ട് ഇപ്പൊ നാലാമത് മറ്റൊരു പുരുഷനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിനക്ക് എന്താണ് യോഗ്യത എന്ന് ആദ്യമായി പരസ്യമായി ചോദിച്ചത് ഷഫീന ബീബിയാണ്. ഷഫീന ബീബി ഉന്നയിച്ച ആരോപണങ്ങൾക്കോ അല്ലെങ്കിൽ ഷഫീന ബീബി പുറത്തുവിട്ട തെളിവുകൾക്കോ ഈ കാലം വരെ ഒരു മറുപടിയും പറയാതെ വളരെ നൈസായി എല്ലാ വീഡിയോയിലും സ്കിപ്പ് അടിച്ചു പോകുന്ന ജാമിദയും ഇതുവരെ ഒരു അക്ഷരം കമ എന്നൊരക്ഷരം മിണ്ടാത്തത് ഷഫീന ബീബിയുടെ കയ്യിൽ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ്. കൈവെട്ട് കേസിലെ ഇരയായിട്ടുള്ള ജോസഫ് മാഷിന്റെ ഭാര്യ സലോമി അവർ ആത്മഹത്യ ചെയ്ത സമയത്ത് ആരിഫ് ഹുസൈൻ ഇസ്ലാമതം ഉപേക്ഷിച്ച ഒരു സ്ത്രീയെ അവർക്ക് വിവാഹബന്ധം ആലോചിച്ചതും അതിനെ തുടർന്നുണ്ടായ പുകിലുകളും സോഷ്യൽ മീഡിയയിൽ നടന്ന ചർച്ചകളും അത്തരത്തിൽ ആരിഫ് ഹുസൈന്റെ മാമാപ്പണികളും ഒക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി പുറത്തുവിട്ടതും ഷഫീന ബീബിയാണ്. ഏറ്റവും അവസാനമായി 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഷഫീന ബീബി മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. സംഘപരിവാർ ചാനലായിട്ടുള്ള ABC-യിൽ നിന്നും ഷഫീന ബീബിക്ക് ഒരു വിളി വന്നു. നിങ്ങൾ ഇവിടെ വന്നിട്ട് മദർസ പീഡനങ്ങളെ കുറിച്ച് തുറന്ന് സംസാരിക്കണം, നിങ്ങൾക്ക് ഞങ്ങൾ ഫണ്ട് തരാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷഫീന ബീബിയെ അവർ ക്ഷണിച്ചത്. ഷഫീന ബീബി ആ ക്ഷണം നിരസിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത്തേത് ഷഫീന ബീബി മദർസയിൽ പോയിട്ടുള്ള ആളല്ല. ഷഫീന ബീബി മദർസ വിദ്യാഭ്യാസം നേടിയത് അവരുടെ വീട്ടിൽ അവരുടെ കുടുംബത്ത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ ആയിരുന്നതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് പള്ളിയിൽ നിന്നും ഒരു ഉസ്താദ് വന്ന് മദർസ വിദ്യാഭ്യാസം ദീനി വിദ്യാഭ്യാസം അവരെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അത്തരത്തിൽ ദീനി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണ് ഷഫീന ബീബി. ആ ഷഫീന ബീബി മദർസയിൽ പോയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മദർസയിൽ പോയിട്ടില്ലാത്ത ഷഫീന ബീബിയെ വിളിച്ചിട്ടാണ് അവർ പറയുന്നത് നിങ്ങൾ മദർസ പീഡനങ്ങളെ കുറിച്ച് തുറന്ന് സംസാരിക്കാൻ. ഫണ്ട് വാഗ്ദാനം ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, ഇസ്ലാമിക പണ്ഡിതന്മാർക്കെതിരെ വലിയ തരത്തിലുള്ള തിരക്കഥകളാണ് അണിയറയിൽ നടക്കുന്നത് എന്നുള്ള സത്യം ആദ്യമായി പുറത്തേക്ക് കൊണ്ടുവന്നതും വിളിച്ചു പറഞ്ഞതും ഷഫീന ബീബിയാണ്. ക്ലബ് ഹൗസ് ചർച്ചകളുടെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾ, ഒരു കാലത്ത് ഇസ്ലാമിനെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സ്വാധീനിക്കുകയും അന്ന് അവരുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് ഞങ്ങൾ അത്തരത്തിൽ ഇസ്ലാമിനും മുസ്ലിമുകൾക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്ഷേപിച്ചതെന്നും അതിൽ ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് എന്നുള്ള വോയിസുകളും പുറത്തു വന്നത് ഷഫീന ബീബിയുടെ ഇടപെടലോടുകൂടിയാണ്. അതുകൊണ്ട് ഷഫീന ബീബിയെ കുറ്റം പറഞ്ഞ് നടക്കുന്നവരെ, ഷഫീന ബീബിയുടെ ഭൂതകാലം തിരയുന്നവരെ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഷഫീന പണ്ട് എന്തായിരുന്നു എന്ന് നമ്മൾ ചെയ്യേണ്ടതില്ല. ഇന്ന് അവരെന്താണ്, അവരുടെ സ്റ്റാൻഡ് എന്താണ്, അവരുടെ നിലപാടുകൾ എന്താണ്, അതിനോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. പൊതുശത്രുവിനെതിരെ പോരാടുന്നതിനിടയിൽ, പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കുന്നതിനിടയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ ഭൂതകാലം തിരഞ്ഞു പോകുന്നത് അങ്ങേയറ്റം മാന്യതയില്ലാത്ത പരിപാടിയാണ്, നിലവാരമില്ലാത്ത പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഷഫീന സംസാരിക്കട്ടെ, ഷഫീന പറയട്ടെ. പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ, ക്രിസംഗി, യുക്തിവാദി തുടങ്ങിയ മുസ്ലിങ്ങളുടെ പൊതുശത്രുവിനെതിരായ പോരാട്ടം ഷഫീന ബീബി മുമ്പിൽ നിന്ന് നയിക്കട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണെങ്കിലും അത് കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.